ഒരു സഹായത്തിന് വിളിച്ച ഒരെണ്ണം വരില്ല, എല്ലാം വേലക്കളികളാണ്. ചുമ്മാ ഇരുന്നു ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാൽ പോലും ഇങ്ങോട്ട് വിളിച്ച എന്ത് അമ്മാവന് അയ്യോടാ ദേഷ്യത്തിലാ ദേഷ്യപ്പെടണ. ഞാൻ ഇതിന് ദേഷ്യപ്പെടണത് അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യപ്പെട്ട നിങ്ങളെ കാര്യം കൊള്ളാം. എൻ്റെ അമ്മാവാ ഞാൻ കുളിച്ച് നോക്ക് നല്ല ഭംഗിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണോണ്ടല്ലോ ഈ ചപ്പും ചവറൊന്നും വാരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ. പിന്നെ ഒന്നിനും ഇത്ര ഗൗരവം. പിന്നെ ജോലി ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കാം എപ്പോഴും. ഒരു കാര്യം ചെയ്യും എന്തിന് അത് ഇവിടെ ഇട്, അമ്മ രണ്ട് കേറിപ്പോ, ഞാൻ ഇത് നാളെ ചെയ്തോളാം. വേണ്ട, ഞാൻ ഇത്ര കാലം ഞാൻ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത്. ഞാൻ വിളിച്ചോ വന്നില്ലല്ലോ ആരും, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കറിയാം. ഒന്ന് ക്ഷമിക്കുക, രാവിലെ എണീറ്റ് ചെയ്തു തരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്തോളാം. അങ്കിളെ ആ മോളെ. അങ്കിൾ ഇവിടെ നിൽക്കുവായിരുന്നു. ഓ അങ്കിൾ ഇപ്പൊ പുറത്തു പോകുന്നുണ്ടോ? പോ മോളെ. എന്തേ? അല്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്കിൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. എനിക്കെന്ത് ബുദ്ധിമുട്ട്, സന്തോഷമല്ലേ ഉള്ളൂ. സാധനങ്ങളുടെ ലിസ്റ്റ് ഇതിലുണ്ട്. അങ്കിളെ പിന്നെ പൈസ ഇത് ഒരുപാടുണ്ടല്ലോ മോളെ. അല്ലെങ്കിലേ ബാക്കി ഇവിടെ എന്തായാലും അങ്കിൾ തന്നെ വെച്ചോ. അയ്യോ അത് വേണ്ട മോളെ. ഇതൊക്കെ എന്നോട് സന്തോഷമല്ല അങ്കിളെ. അല്ല, മോക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ വെച്ചേക്കാം. ശരി അങ്കിളെ, എന്നാ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. ശരി ശരി. അടച്ചു വെക്കും. ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ അമ്മാവൻ ഈ ചിരിയൊന്നും കണ്ടില്ലല്ലോ. ആ കൊച്ചു വന്ന് തേനൊലിപ്പിച്ചപ്പോ ദേഷ്യം വന്നിട്ടോ എനിക്ക്. അതെ, ആ കൊച്ച് എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതുപോലെ സ്നേഹമുണ്ട് ആ കൊച്ചിന്. അതുകൊണ്ട് ഞാൻ തിരിച്ച് അതുപോലെ ചെയ്യും. സ്നേഹം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അത് അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കറിയാം. അപ്പൊ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഇതെന്തോ അമ്മാവാ പിച്ചക്കാശ? അമ്മാവന്റെ അടുത്ത് എന്താ കൊച്ചു പറഞ്ഞത്? എന്തുവായിരുന്നു? എന്തോ സാധനം വാങ്ങിച്ചോണ്ട് വരാൻ. ആ സാധനം വാങ്ങിച്ചോണ്ടോ, ബാക്കി പൈസ അമ്മാവൻ വെച്ചോളാനാ. നാണുണ്ടോ ബാക്കി ആൾക്കാരെ നീ എച്ചില് പൈസ എടുത്ത് കയ്യിൽ വെക്കാൻ? അതെ മോളെ, ഈ പൈസ എച്ചിലൊന്നും പറഞ്ഞുകൂടാ. അതുമല്ല, ആ കൊച്ച് കോടീശ്വരാണ്, കോടീശ്വരി. അപ്പൊ ആ കൊച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് തരുമ്പോൾ നമ്മളത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കണം. എങ്കിലേ വീണ്ടും വീണ്ടും ആ കൊച്ച് തരുവുള്ളൂ. നാണം ഇല്ലാത്തത് അമ്മാവൻ ഭയങ്കര ചീപ്പായി മാറിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള പൈസ മോച്ചാട്ടെ എന്തോ സന്തോഷത്തോടെ തന്നല്ലേ പറ്റണം. എന്തുവാ എന്ത് എന്താ രുക്ക് വന്ന് കറക്റ്റ് സമയം. അതെ, വരെ ഈ അമ്മാവനെ ഭയങ്കര കച്ചറായി മാറിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റിയെന്നോ? പൈസക്ക് വേണ്ടി സ്വന്തം അഭിമാനം വരെ നശിപ്പിച്ച് കളയും അമ്മാവൻ. ചേട്ടാ എന്തോ പറഞ്ഞിട്ട് പോയേ? നമുക്ക് വട്ടോ? അവളങ്ങനെ എന്തേലും ഒന്നും പറയാറില്ല. സത്യം പറ മനുഷ്യ, 6 മണിയുള്ള പൈസക്ക് വേണ്ടി അഭിമാനം കളഞ്ഞേ. നീ ഇതെന്തോന്ന് പറയണത്? എന്തോന്ന് അറിഞ്ഞിട്ട് പറയണത്? എടി അത് അങ്ങനെ അല്ല. പിന്നെ എങ്ങനെ കൂടുതലൊന്നും കേൾക്കണ്ട? വൃത്തിയുടെ സ്വഭാവം കൊണ്ടിരിക്കുന്നു. പൈസക്ക് വേണ്ടി അഭിമാനം കളഞ്ഞിട്ട് വന്നേക്കുവാ. നാണക്കേട്. ഇതെന്തോന്ന് സാധനം ഇത്? എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ഒന്ന് കണപണാന്ന് വല്ല പറഞ്ഞിട്ട് താ പോണ. എന്റെ ദൈവമേ.